ഞാൻ അനിയത്തിയെ കണ്ടുകൂടാത്തവനായി, ഞാനിപ്പോൾ അമ്മയെ കണ്ടുകൂടാത്തവനായി. കഴിഞ്ഞ ദിവസം അമ്മയും അനിയത്തിയും കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ ഒച്ച വെച്ച് കൂട്ടി. അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗുണ്ടന്മാരും ഗുണ്ടികളൊക്കെ കൂടെ നല്ല രീതിയിൽ ഞങ്ങളെ കയ്യേറ്റം ചെയ്ത് വണ്ടിയൊക്കെ അടിച്ചു പൊളിക്കാനൊക്കെ നോക്കി. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മൺഡേ 12-ാം തീയതി 12 മണിയോടടുത്ത് വീട്ടില് വേറെ 2 ആമ്പിള്ളാരുമായിട്ട് വന്നു. എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കതകിലും ഒക്കെ തല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരമായിട്ടും അടിയായിരുന്നു. എന്നിട്ട് ആ സൗണ്ട് കേട്ട് നാട്ടുകാർ ഓടിക്കൂടി നാട്ടുകാർ ഓടിച്ചു വിടുമായിരുന്നു. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തായിരുന്നു. എന്തൊരു ദുഷ്ടനാടോ താനൊരു. ഇപ്പൊ മനസ്സിലായോ ഓരോരുത്തന്മാരുടെ തനിനിറം? ഈ സംഭവത്തെ വളച്ചൊടിച്ച് സ്വന്തം സൈഡ് ന്യായീകരിക്കുന്ന കണക്കാണ് പുള്ളി ഇപ്പൊ വീഡിയോ ഇട്ടേക്കുന്നത്. ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാള്. അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? കേസ് സഹോദരനല്ലേ എന്നോർത്ത് അമ്മയ്ക്കും മോനോടുള്ള സ്നേഹം കാരണം പരാതിയായിട്ട് പോണ്ട എന്ന് പറഞ്ഞു. ഇത്രയോ ഒതുങ്ങി നിന്നിട്ടും ഇങ്ങനെ മനസമാധാനം തരാണ്ട് ആക്രമിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ അതിനെതിരെ തന്നെ നിക്കണം എന്നാ ഇപ്പൊ പറയുന്നത്. ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിൽ തന്നെയാ. എന്റെ കയ്യില് ഇവൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുടെ വീഡിയോ പ്രൂഫ്സ് ഉണ്ട് ബ്രോ. അവനെ നമ്മൾ അടപടല പൂട്ടും. അമ്മയോടും പുള്ളിക്കാരൻ വഴക്കും കാര്യങ്ങളാണോ? അമ്മയോടും വഴക്കും കാര്യങ്ങളോ. ഒരു ദിവസം വീട്ടില് അമ്മയെ തല്ലാനായിട്ട് കൈപൊക്കിയ ആളാണ്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ആദ്യം ഇവൻ രോഹിത്ത് വീഡിയോ ഇട്ട് തുടങ്ങിയത് അച്ഛനെതിരെ കുറ്റം പറഞ്ഞ് അമ്മയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അമ്മയെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പൊ അമ്മയെ മാനസികമായിട്ട് ഉപദ്രവിക്കലാണ് രോഹിത്തിന്റെ ഹോബി. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കൽ. അമ്മയ്ക്ക് സ്വന്തം മോനാന്ന് പറഞ്ഞ് കുറെ ക്ഷമിച്ച് ഇനിയും ഇതിനെതിരെ ക്ഷമിച്ച് നിൽക്കുന്നതിൽ അമ്മയ്ക്ക് പ്രസക്തി ഒന്നുമില്ല. അമ്മയ്ക്ക് പേടിയാണ്, വീട്ടിൽ വന്ന് കൊന്നിടുവോന്നുള്ള പേടിവരുണ്ട്. നീ വിഷമിക്കാതിരി. ഉറുപ്പന്മാരും ഹാജിയാരും പിന്നെ ഞാനും നീ ഉൾപ്പെടുന്ന ഈ നാട്ടുകാര് മുഴുവൻ ചേർന്ന് ആട്ടിച്ചവന്റെ അസ്ഥി ഇളക്കുന്നത് ഈ മലപ്പുറം കാണും. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ.